സഹോദരങ്ങളെ, 10 രൂപയെങ്കിൽ 10 രൂപ. നമുക്ക് ആർക്കാണ് അതിന് സാധിക്കാത്തത്? ഒരു 10 രൂപ സ്വതക്ക നൽകാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ നിങ്ങൾ ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവുന്നത് കൊടുക്കുക സ്വതക്കയായി. അല്ലേ? സലഫുകളിൽ ചില ആളുകൾ പറയാറില്ലേ, റുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്ര ചെറിയ അമലുകളാണ് അതിനെ നിയ്യത്ത് വലുതാക്കിയത്. ചിലപ്പോൾ 10 രൂപയായിരിക്കും കൊടുക്കുന്നത്, പക്ഷേ അവന്റെ മനസ്സിൽ എന്താണ്? ഇത് മുഖേന എനിക്ക് റബ്ബിന്റെ തൃപ്തി ലഭിക്കണം, അള്ളാഹു എന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് തടുക്കണം, ഈ സ്വതക്ക മുഖേന എനിക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ നിയ്യത്ത് ആ അമലിനെ വലുതാക്കി. അതുപോലെ സലഫുകൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് റുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്ര വലിയ അമലുകളാണ്, എത്ര വലിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് ചെറുതാക്കിയത്. ഉദാഹരണത്തിന്, ഒരാൾ 1 കോടി രൂപ സ്വതക്ക നൽകുകയാണ്. എന്തിനു വേണ്ടി? എല്ലാവരും അറിയണം, ഞാനിതാ 1 കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്ന്. വല്ല കാര്യവുമുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസം നമുക്ക് 10 രൂപയെങ്കിൽ 10 രൂപ അത് കൊടുക്കാൻ സാധിക്കണം. നമുക്കിതാ ഇപ്പോൾ അവസരങ്ങൾ വളരെ വളരെ അധികമുണ്ട്. ഒന്നാമതായി, നമുക്ക് ആരും കാണാതെ സ്വതക്കകൾ കൊടുക്കാൻ വളരെയധികം അവസരങ്ങളുണ്ട്. ഈ മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് ദുൽ വജ്ഹൈനാണ് മൊബൈൽ എന്നുള്ളത്. അത് നന്മക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, തിന്മക്ക് വേണ്ടിയും ഉപയോഗിക്കാം. ഇതൊരു നന്മയാണ്. നമുക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വതക്ക നൽകാൻ സാധിക്കും. ആരും കാണാതെ, ഒരാളും കാണാതെ നമുക്ക് സ്വതക്ക നൽകാൻ സാധിക്കും.